നമസ്കാരം. വിവാദ പരാമർശങ്ങൾ നടത്തി കേസും കോടതിയുമായി നടക്കുന്ന നേതാവാണ് പ്രതിപക്ഷത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധി. നേതാവ് എന്ന പേരിൽ ഇത്തരം കേസിൽ നിന്നൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഊരിപ്പോകുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്നാൽ വീർ സവർക്കറെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പപ്പുമോ നടത്തിയ വിവാദ പരാമർശം അങ്ങനെ ഒന്നും ഒതുങ്ങിപ്പോകുന്ന സംഭവമല്ലെന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ്. ഇപ്പോൾ ഇത് ആവർത്തിച്ച് സമൻസ് അയച്ചിട്ടും ഹാജരാകാത്തതിനെ തുടർന്ന് കോൺഗ്രസ് നേതാവ് രാഹുലിന് ലക്നൌവിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 200 രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ്. ഏപ്രിൽ 14 രാഹുൽ ഗാന്ധി കോടതിയിൽ ഹാജരായില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോടതിയിലെ വാദം കേൾക്കലിലെ പരാതിക്കാരനായ നൃപേന്ദ്ര പാണ്ഡെയുടെ അഭിഭാഷകൻ രാഹുലിനെതിരെ ആഞ്ഞടിച്ചു. ആവർത്തിച്ച് സമൻസ് അയച്ചിട്ടും രാഹുൽ ഗാന്ധി കോടതിയിൽ ഹാജരാകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരമൊരു സാഹചര്യത്തിൽ കോടതി അദ്ദേഹത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും രാഹുലിന് വേണ്ടി സമർപ്പിച്ച ഹാജർ ഒഴിവാക്കൽ അപേക്ഷയെയും അഭിഭാഷകൻ എതിർത്തു. മറുവശത്ത് കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഭാഗം അഭിഭാഷകൻ ഫ്രാൻഷു അഗൽവാൾ സമർപ്പിച്ച ഹർജിയിൽ രാഹുൽ ഗാന്ധി നിലവിൽ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞു. മാർച്ച് 5 അദ്ദേഹം ഒരു വിദേശ വിശിഷ്ട വ്യക്തിയുമായി മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്ത ഒരു കൂടിക്കാഴ്ച നടത്തി. ഇതിനു പുറമെ മറ്റ് ഔദ്യോഗിക ജോലികളിലെ തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരാകാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു. കൂടാതെ കോടതി ഉത്തരവുകളെ അദ്ദേഹം മാനിക്കുന്നുവെന്നും കോടതിയിൽ ഹാജരാകുന്നത് മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നില്ലെന്നും വ്യക്തമാക്കി. എന്നാൽ ഇതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിക്കുകയും രാഹുൽ ഗാന്ധിക്ക് 200 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. എന്ത് വില കൊടുത്തും ഏപ്രിൽ 14 കോടതിയിൽ ഹാജരാകണമെന്ന് മുന്നറിയിപ്പും നൽകി. അടുത്ത ഹിയറിംഗിലും രാഹുൽ ഹാജരാകാതിരുന്നാൽ അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കുമെന്നും കോടതി വ്യക്തമാക്കി. 2022 ഡിസംബർ 17 മഹാരാഷ്ട്രയിലെ അകോളയിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ സ്വതന്ത്ര സമര സേനാനി വീർ സവർക്കറിനെ കുറിച്ച് രാഹുൽ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇത് പിന്നീട് പരാതിയായി കോടതിയിൽ എത്തുകയായിരുന്നു. ഈ കേസിൽ പരാതിക്കാരനായ നൃപേന്ദ്ര പാണ്ഡെയെ ലക്നൌ കോടതിയിലാണ് പരാതി നൽകിയത്. തുടർന്നാണ് മാർച്ച് 5 രാഹുലിനോട് കോടതിയിൽ ഹാജരാകാൻ സമൻസ് പുറപ്പെടുവിച്ചത്. താനും 5 സുഹൃത്തുക്കളും ചേർന്ന് ഒരു മുസ്ലിം സമുദായക്കാരനെ മർദ്ദിച്ചെന്നും അതിൽ സന്തോഷമുണ്ടെന്നും സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ വിമർശനം. സവർക്കറിന്റെ ഭീരുത്വത്തിന്റെ തെളിവായിരുന്നു രാഹുൽ പ്രസംഗത്തിൽ സംഭവം ഉദ്ധരിച്ചത്. എന്നാൽ ഒരു പുസ്തകത്തിലും അദ്ദേഹം ഇത്തരമൊരു പരാമർശം നടത്തിയിട്ടില്ലെന്നാണ് പരാതിയിലെ വാദം. കള്ളമാണെന്ന ബോധ്യത്തോടെയാണ് രാഹുൽ ഗാന്ധി ഇത്തരമൊരു വ്യാജവും ദുരുദ്ദേശപരവുമായ പരാമർശം നടത്തിയതെന്നും ആരോപിക്കുന്നു. സവർക്കറിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്തുകയും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുകയുമാണ് ഇതുവരെ ലക്ഷ്യമിട്ടതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. തുടർന്ന് പോലീസിനോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടു. പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസ് പരാതിയിൽ കഴമ്പുണ്ടെന്ന റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത്. ഇതിനിടെ കഴിഞ്ഞ സെപ്റ്റംബറിൽ കേസ് പാർലമെന്റ് നിയമസഭാ അംഗങ്ങൾക്കായുള്ള പ്രത്യേക കോടതിക്ക് കൈമാറി. കേസ് പരിഗണിച്ച പ്രത്യേക കോടതി കഴിഞ്ഞ ഒക്ടോബർ 4 രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സമൻസ് ലഭിച്ചില്ലെന്ന് കാണിച്ച് ഈ തീയതി രാഹുൽ കോടതിയിൽ എത്തിയില്ല. ഇതോടെ നവംബർ 18 ഹാജരാകാൻ നിർദ്ദേശിച്ചു. വീണ്ടും സമൻസ് അയച്ചു. ഈ തീയതിയിലും കോടതിയിൽ ഹാജരായില്ല. സമൻസ് ഓൺലൈനിൽ ട്രാക്ക് ചെയ്തപ്പോൾ രാഹുലിന് ലഭിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായെന്ന് സത്യകി സവർക്കറുടെ അഭിഭാഷകൻ സാംഗ്രാം കൊൽഹാക്തർ വാദിച്ചു. ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഏപ്രിൽ 14 രാഹുൽ ഗാന്ധി കോടതിയിൽ ഹാജരായില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കോടതി അറിയിച്ചിട്ടുള്ളത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.